ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. യെസ്, അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൽക്കി 2898 AD അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെലുഗു മൂവിയാണ്, എന്നാൽ പാൻ ഇന്ത്യ മൂവി തന്നെയാണ്. അതിൽ കുറച്ച് സീക്വൻസ് ഒക്കെ ഹിന്ദിയിലും റീഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇത് ഫ്യൂച്ചറാണ്. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സിനിമയൊക്കെ കൂടുതൽ നമ്മൾ ഹോളിവുഡിൽ കണ്ടിട്ടുള്ളൂ. അത് ഒരു വൺ ബഡ്ജറ്റിൽ വരുന്ന പടം തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടിയും സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമ വളരുകയാണ്. ഇതിൻ്റെ ഗ്ലിംസസും അല്ലാത്ത ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടു. അതിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ഒരു താര നിര തന്നെ ഉണ്ട്. പ്രഭാസും കൂട്ടരും ഒക്കെയാണ് ഉള്ളത്. യെസ്, അപ്പോൾ പ്രസൻ്റ്ലി തെലുഗുവും അതുപോലെ തന്നെ ഹിന്ദിയും അതിൻ്റെ ട്രെയിലർ മാത്രമേ ഇപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഹിന്ദി ട്രെയിലർ കണ്ടുപോകാം. സൗണ്ടില്ലേ? इस दुनिया का पहला शहर, इस वर्ल्ड का आखिरी शहर काशी। कहते हैं कि ऊपर पानी है। पूरी दुनिया से सब छीन लोगे तो सब कुछ तो होगा ही। बाकी अगर कुछ है तो सिर्फ कॉम्प्लेक्स है। भगवान एक ही, सुप्रीम यास्किन। पता है आप कितने लोगों को बचा सकते हो? एक की रक्षा करनी, केवल एक। ये 6000 सालों पहले देखा था। वो शक्ति वापस आ गई है, यानी अब रोशनी आने का समय आ गया है। एक जान के अंदर दूसरी जान। आपने अपनी गर्भ में एक भगवान को स्थान दिया है, मैं पहचानूंगा। हर हालत में रुकना ही होगा। सुबह सुबह ये लड़ाई झगड़ा क्यों बची? कितना अच्छा सपना देख रहा था। हम दोनों कॉम्प्लेक्स में थे। 1 मिलियन यूनिट्स है क्या तेरे पास? कुछ नहीं बचा। मेरे जैसे कितने लोगों के लिए आप हीरो जैसे। मेरे साथ आ जाओ। यूनिट ज्यादा बोलेगा क्या? तुम्हें सिर्फ खुद से प्यार है भैरवा। इस दुनिया में बस एक ही साइड होती है, തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. खुद की साइड। भैरवा पैसा बाउंटी। है हाय, वो लड़की मुझे चाहिए। पॉइंट ये है कि मैं ही हूँ जो उससे ला सकता हूँ। इतना श्योर है? रिकॉर्ड चेक कर लो, मैं आज तक एक फाइट नहीं आ रहा हूँ। तुम्हारी जंग फिर से शुरू हो गई है। ये भी नहीं हारूंगा। ഹോളിവുഡ് जिसने अपनी पहली सांस तक नहीं ली, वो इतनी आखिरी सांसों का कारण कैसे हो सकता है? डरो मत, एक नया युग आ रहा है। കമലഹാസനാണത്. എന്റെ മോനെ, ഈ അവസാന വണ്ടിയിലേക്ക് ഒരു ട്രാൻസ്ഫോമർ സിനിമ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. രക്ഷയില്ല കേട്ടോ സംഭവം. തന്നെ അതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ടും വിഷ്വൽസ് ഒരു രക്ഷയില്ല. ട്രെയിലർ കണ്ടിട്ട് ഫുള്ള് ഗൂസ് ബംസ് ആയിരുന്നു. ഇത് എന്ന് ഇറങ്ങുന്ന 27 ഈ മാസം തന്നെ. വെടിക്കെട്ട് സാധനം. ഇത് വേറെ ലെവൽ. നമ്മുടെ ഇന്ത്യൻ സിനിമയെ എനിക്ക് തോന്നുന്നു വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു മൂവി തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ മേക്കിംഗ് പക്ക ഹോളിവുഡ് ലെവൽ.
ആ ഒരു ട്രെയിലർ എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല, കാരണം പ്രീമിയർ ആയതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ഗൂസ് ബംസ് തന്നെയായിരുന്നു. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. എൻ്റെ മോനെ, ഇതിൽ എനിക്ക് തോന്നുന്നു ആരും കുറ്റം പറയാൻ തോന്നുന്നില്ല. ഈ ട്രെയിലർ കണ്ടിട്ട് പക്കാ ക്വാളിറ്റി, വേറെ ലെവൽ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം. വൻ വിജയം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.